നമസ്കാരം. സെലസ്റ്റിയ GKയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് കേരള PSC റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിരഞ്ഞെടുത്ത GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള GK ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഭൂമിയും സൂര്യനുമായുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസം ജാനുവരി 3. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ 4. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രൻ. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ടൈറ്റൻ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ഫ്രാൻസിലും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖ മാജിനോട്ട് ലൈൻ. ഫ്രാൻസിന്റെ ആണവ പരീക്ഷണ കേന്ദ്രം മുറൂറോ അറ്റോൾ. ഫ്രാൻസിലെ ഏറ്റവും നീളം കൂടിയ നദി ലോയർ. ഗ്രഹപ്പട്ടികയിൽ നിന്നും ശാസ്ത്രലോകം പുറന്തള്ളിയ ഗ്രഹം പ്ലൂട്ടോ. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം. ഭൂമിയിൽ നിന്ന് ഏറ്റവും വലുപ്പത്തിൽ കാണാവുന്ന നക്ഷത്രം സൂര്യൻ. ഭൂമിയിലെ പാളികളിൽ മധ്യത്തേത് മാന്റിൽ. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം മറിയാന ഗർത്തം. ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം മോണോലാവ. ഭൂമിയിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഇന്തോനേഷ്യ. പാകിസ്ഥാന്റെ വാണിജ്യ തലസ്ഥാനം കറാച്ചി. പാകിസ്ഥാന്റെ സാമ്പത്തിക തലസ്ഥാനം കറാച്ചി. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം 24 മണിക്കൂർ. അഗ്നിപർവ്വതങ്ങളില്ലാത്ത ഭൂഖണ്ഡം ഓസ്ട്രേലിയ. മഞ്ഞിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം കാനഡ. ധവള നഗരം എന്നറിയപ്പെടുന്നത് ബെൽഗ്രേഡ്. ക്യൂൻ സിറ്റി എന്നറിയപ്പെടുന്നത് ഫിലാഡൽഫിയ. അഗ്നിയുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഐസ്ലാൻഡ്. ആദമിന്റെ കൊടുമുടി ഏത് രാജ്യത്താണ്? ശ്രീലങ്ക. ഇന്ത്യയിൽ കാപ്പിക്കുരു കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? സൗദി അറേബ്യ. ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ദക്ഷിണേന്ത്യ. ഈസ്റ്റർ ദ്വീപ് ഏത് രാജ്യത്തിൻ്റെതാണ്? ചിലി. ഈസ്റ്റർ ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഇംഗ്ലീഷ് ചാനൽ. ഇംഗ്ലീഷിലെ 5 സ്വരാക്ഷരങ്ങളും പേരിലുള്ള രാജ്യം മൊസാംബിക്. കാറ്റാടി മില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം നെതർലൻഡ്സ്. സമുദ്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക്ഹോം. സിറ്റി ഓഫ് ഫാഷൻ എന്നറിയപ്പെടുന്നത് പാരീസ്. കോള നട്ടിന്റെ നാട് എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക. ദൈവം സർവ്വവ്യാപിയാണ്. ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് സ്വാമി ആനന്ദ തീർത്ഥൻ. പേട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ. ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. സൈലന്റ് വാലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് റോബർട്ട് റൈറ്റ്. തൈക്കാടയ്യയുടെ ഭാര്യയുടെ പേര് കമലമ്മാൾ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി മലപ്പുറം. കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള. തിരുവിതാംകൂറിൽ 1ാം നായർ ആക്ട് പാസാക്കിയ വർഷം 1912. തിരുവിതാംകൂറിൽ നിന്ന് നാടുകടത്തപ്പെട്ട ആദ്യ പത്രാധിപർ
സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. തിരുവിതാംകൂറിൽ ആദ്യമായി പന്തിഭോജനം അവതരിപ്പിച്ചത് തൈക്കാടയ്യ. ദക്ഷിണേന്ത്യയിലെ മുസ്ലിംസുമായി ഉണ്ടായിരുന്ന റോമൻ വ്യാപാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം നാച്ചുറൽ ഹിസ്റ്ററി. പുരുഷ സിംഹം എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ച വർഷം 1938. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം ചേരാനല്ലൂർ. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി നിയമസഭയിൽ അംഗമായ വർഷം 1925. പണ്ഡിറ്റ് കറുപ്പൻ ജ്ഞാനോദയം സഭ സ്ഥാപിച്ച സ്ഥലം ഇടക്കൊച്ചി. ബ്രഹ്മവേദം എന്നറിയപ്പെടുന്നത് അഥർവം. ഇന്ത്യയിൽ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ കാലാവധി എത്ര വർഷം? 3 വർഷം. ദേശീയ ജലപാത 3 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? കോട്ടപ്പുറം ടു കൊല്ലം. ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായി വൃക്ഷത്തോട്ടമുള്ള കേരളത്തിലെ സ്ഥലം പെരുവണ്ണാമൊഴി. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. ഇന്ത്യൻ പാർലമെന്റിന്റെ 3 ഘടകങ്ങൾ: ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി. ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? കുരുമുളക്. ഏതു വർഷം മുതലാണ് മൊത്തം സാഹിത്യ സംഭാവനകൾ പരിഗണിച്ച് ജ്ഞാനപീഠം നൽകി തുടങ്ങിയത്? 1982 മുതൽ. ഒന്നാം കേരള നിയമസഭയിലെ വനിതകൾ 6 പേര്. ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യത്ത് 6 അടി മണ്ണ് എന്ന് പറഞ്ഞത് മൗലാന മുഹമ്മദ് അലി. ഒരു വ്യാഴവട്ടം എത്ര വർഷമാണ്? 12 വർഷം. ശൂന്യാകാശത്തേക്ക് ആദ്യമായി യാത്ര ചെയ്ത പട്ടിയുടെ പേര് ലൈക്ക. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ സ്പിരിറ്റ്. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളിൽ സിംഹവാലൻ കുരങ്ങിനെ സംരക്ഷിക്കുന്നത് സൈലന്റ് വാലി. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ് ദ്രോണാചാര്യ അവാർഡ്. ഗർഭ ഏത് സംസ്ഥാനത്തെ തനതായ നൃത്തരൂപമാണ്? ഗുജറാത്ത്. 2 കാലിലോടുന്ന ജീവികളിൽ ഏറ്റവും വേഗം കൂടിയത് ഒട്ടകപ്പക്ഷി. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം മസൂലി പട്ടണം. തോറ്റങ്ങൾ എഴുതിയത് കോവിലൻ. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 1114 കഥ എന്ന പുസ്തകം രചിച്ചത് അക്കാമ ചെറിയാൻ. ത്രിവേണി സംഗമം എവിടെയാണ്? അലഹാബാദ്. ഭൂമിയെ ചുറ്റാൻ ചന്ദ്രൻ എത്ര ദിവസമെടുക്കും? 27 ദിവസം. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ. പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ. ഗ്രാമ്പുവിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം മഡ്ഗസ്കർ. ഗ്രാൻഡ് കാനിയൻ ഏത് രാജ്യത്താണ്? USA. ഗ്രാൻഡ് കാനിയൻ ഏത് വൻകരയിലാണ്? വടക്കേ അമേരിക്ക. പീരങ്കി ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന. പുഞ്ചിരിയുടെ നാട് എന്നറിയപ്പെടുന്നത് തായ്ലാൻഡ്. പുൽമേടുകൾ കാണാത്ത ഏക ഭൂഖണ്ഡം അന്റാർട്ടിക്ക. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏതു പാളിയിലാണ് ഓസോൺ ഉള്ളത്? സ്ട്രാറ്റോസ്ഫിയർ. മദർലാൻഡ് പ്രതിമ ഏത് രാജ്യത്താണ്? റഷ്യ. പ്രകാശത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന രാജ്യം ഫ്രാൻസ്. ആൽപ്സ് മലനിരകൾ ഏത് വൻകരയിലാണ്? യൂറോപ്പ്. ആമസോൺ നദി പതിക്കുന്ന സമുദ്രം അറ്റ്ലാന്റിക്. 1000 കുന്നുകളുടെ നാട് റുവാണ്ട. യൂറോപ്പിന്റെ പടക്കളം എന്നറിയപ്പെടുന്ന രാജ്യം ബെൽജിയം.
ഉപ്പിന് നികുതി ചുമത്തിയ ആദ്യ രാജ്യം ചൈന. ഉപ്പ് രസം ഏറ്റവും കൂടുതലുള്ള സമുദ്രം ചാവുക്കടൽ. ഉരകങ്ങളില്ലാത്ത വൻകര അന്റാർട്ടിക്ക. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. ഉറക്കത്തിന്റെ ചതുപ്പ് മാർഷ് ഓഫ് സ്ലീപ്പ് എവിടെയാണ്? ചന്ദ്രൻ. ഉറുമ്പുകളില്ലാത്ത വൻകര അന്റാർട്ടിക്ക. 7 കുന്നുകളുടെ നഗരം റോം. പ്രഭാത ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം കൊറിയ. യൂറോപ്യന്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ബെൽജിയം. ഏറ്റവും കൂടുതൽ വ്യാവസായിക പുരോഗതി ആർജിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ബ്രസീൽ. ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന രാജ്യം USA. ലോകത്തിന്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യം മെക്സിക്കോ. ജലത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് വെനീസ്. ഏറ്റവും വിസ്തീർണം കൂടിയ വൻകര ഏഷ്യ. ഏറ്റവും വിസ്തീർണം കൂടിയ ഗൾഫ് രാജ്യം സൗദി അറേബ്യ. ഏറ്റവും വിസ്തീർണം കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യം കാനഡ. കങ്കാരുവിന്റെ നാട് ഓസ്ട്രേലിയ. സമുദ്രങ്ങളിൽ രാജാവ് എന്നറിയപ്പെടുന്നത് പസഫിക് സമുദ്രം. സുവർണ കമ്പിളിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഓസ്ട്രേലിയ. ശാസ്ത്രത്തിന്റെ വൻകര എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക. ശാസ്ത്രജ്ഞന്മാരുടെ വൻകര എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഏത് രാജ്യത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്? USA. ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എപ്പോൾ? ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് വരുമ്പോൾ. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന പ്രതിഭാസം സൂപ്പർമൂൺ. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യൻ. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ 3-ാം സ്ഥാനമുള്ള ഗ്രഹം യുറാനസ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ എത്രാം സ്ഥാനമാണ് ഭൂമിക്ക്? 5. സൗരയൂഥത്തിലെ അംഗങ്ങളിൽ ആദ്യമുണ്ടായത് സൂര്യൻ. NN പിള്ളയുടെ ആത്മകഥ ഞാൻ. പ്രാചീന കാലത്ത് ദക്ഷിണ കോസലം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഏറ്റവും വലിപ്പമുള്ള മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. സ്വാതി തിരുനാൾ അന്തരിച്ചത് ഏതു വർഷത്തിൽ? AD 1846. ഡച്ചുകാർ ആദ്യം ഉടമ്പടിയുണ്ടാക്കിയ ഇന്ത്യയിലെ രാജാവ് സാമൂതിരി. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള സാഹിത്യകാരൻ SK പൊറ്റക്കാട്. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ഏക മലയാളി ജോൺ മത്തായി. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കൃഷി ചെയ്യപ്പെടുന്ന ഏക ഭക്ഷ്യവസ്തു കാരറ്റ്. മലയാളത്തിന്റെ ആദ്യ കവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ശ്രീരാമൻ. തമിഴ് ദേശത്തിന്റെ ഒഡീസി എന്നറിയപ്പെടുന്നത് മണിമേഖലെ. തനിക്ക് ശേഷം ആരെ ഗുരുവായി കണക്കാക്കാനാണ് ഗോവിന്ദ് സിംഗ് നിർദ്ദേശിച്ചത്? ആദി ഗ്രന്ഥത്തെ. ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റിയ തുഗ്ലക് സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ തകഴി ശിവശങ്കരപ്പിള്ള. ഇന്ത്യയിൽ ടോക്കൺ കറൻസി സമ്പ്രദായം ആദ്യമായി നടപ്പാക്കിയത് മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി അരവിന്ദ ഘോഷ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യ സെക്രട്ടറി ചൊക്കില അയ്യർ. മണിബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 110. റഫ്ലേഷ്യ പൂവ് ഏറ്റവും കൂടുതൽ കാണുന്ന രാജ്യം മലേഷ്യ. ഉള്ളിയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം കാണ്ഡം. കടന്നുകയറ്റത്തെ തടഞ്ഞ അതേ വികാരത്തോടും ശക്തിയോടുകൂടിയും ഇനി നമ്മൾ സമാധാനത്തിനായി പൊരുതണം എന്ന് പറഞ്ഞത് ലാൽ ബഹദൂർ ശാസ്ത്രി. കടൽ പിറക്കോട്ടിയ കുട്ടുവൻ എന്നറിയപ്പെട്ട രാജാവ് ചേരൻ ചെങ്കൂട്ടവൻ. ഗിൽജി വംശം സ്ഥാപിച്ചതാര്? ജലാലുദ്ദീൻ ഗിൽജി. ഏറ്റവും നീളമുള്ള പാമ്പ് റെട്ടിക്കുലേറ്റഡ് പൈത്തൺ.
ഗിൽജി സുൽത്താൻമാർ ഏത് വംശജരായിരുന്നു? തുർക്കി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നോവൽ ചെമ്മീൻ 1957. വയലോപ്പിള്ളിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി മകരക്കൊയ്ത്ത്. കേരള നിയമസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വനിത റോസമ്മ പുന്നൂസ് 1957 ഏപ്രിൽ 10. ഒന്നാം കേരള നിയമസഭയിൽ EMS പ്രതിനിധാനം ചെയ്ത മണ്ഡലം നീലേശ്വരം. കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ വകഭേദം ആന്ത്രസൈറ്റ്. മൂകാംബിക ക്ഷേത്രം ഏത് സംസ്ഥാനത്ത്? കർണാടക. ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം? മലയാളവും സംസ്കൃതവും. ഇന്ദുലേഖ രചിച്ചതാര്? O. ചന്തുമേനോൻ. ബച്ചാവത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തകരുടെ വേതനം. ബൊട്ടോണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണ്? മൈസൂർ. വിജയവാഡ ഏതു നദിയുടെ തീരത്താണ്? കൃഷ്ണ. ജബൽപൂർ ഏതു നദിയുടെ തീരത്ത്? നർമ്മദ. ഗുവാഹത്തി ഏതു നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര. സൂറത്ത് ഏതു നദിയുടെ തീരത്താണ്? തപ്തി. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നത് വുഡ്രോ വിൽസൺ. ഒന്നിലധികം യൂറോപ്യൻ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ഡാന്യൂബ്. ഇറാനിലെ ഗ്രീൻ സാൽറ്റ് പ്രൊജക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യുറേനിയം സംസ്കരണം. രാജ്യാന്തര ശാസ്ത്ര ദിനം നവംബർ 10. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി PC മഹൽനോബിസ്. സംഗീതജ്ഞനെന്നും പേരുകെട്ട തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. ഗാന്ധിജിയുടെ ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെ. ലിറ്റിൽ നാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാല. ഗൗളി ഗാത്രം ഏത് കാർഷിക വിളയുടെ ഇനമാണ്? തെങ്ങ്. ഒങ്കസെ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലം ആൻഡമാൻ. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 70% ഐസ് രൂപത്തിൽ ഉൾക്കൊള്ളുന്ന വൻകര അന്റാർട്ടിക്ക. ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഏത് ഗ്രഹത്തിനാണുള്ളത്? ചൊവ്വ. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഒരു ദ്വാരത്തിലൂടെ ചൂടുവെള്ളം പ്രവഹിക്കുന്നതിന്റെ പേര് ഗീസർ. ഭൂമിയുടെ ഏറ്റവും സാന്ദ്രതയേറിയ ഭാഗം അകക്കാമ്പ് കോർ. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ. അൾജീരിയ ഏത് രാജ്യത്തിന്റെ കോളനിയായിരുന്നു? ഫ്രാൻസ്. അൾജീരിയ കഴിഞ്ഞാൽ ഏറ്റവും വലിയ അറബ് രാജ്യം സൗദി അറേബ്യ. ത്രികോണാകൃതിയിലുള്ള സമുദ്രം പസഫിക് സമുദ്രം. ബ്ലാക്ക് ഫോറസ്റ്റ് ഏത് വൻകരയിലെ മടക്ക് പർവ്വതമാണ്? യൂറോ. ബ്ലാക്ക് ഹോൾ എന്നാൽ മരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രം. പാക് കടലിടുക്ക് ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. പിരമിഡുകൾ ഏതു നദിയുടെ തീരത്താണ്? നൈൽ. പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്ത്. പാകിസ്ഥാന്റെ സാംസ്കാരിക ആസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന നഗരം ലാഹോർ. മരിയാന ട്രഞ്ച് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. മരുപ്രദേശം ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം യൂറോപ്പ്. സുവർണ നഗര കവാടം എന്നറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോ. ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാല. രാജാക്കന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത് തീബ്. 10,000 തടാകങ്ങളുടെ നാട് അമേരിക്കയിലെ മിനിസോട്ട. ഫ്ലോട്ടിംഗ് സിറ്റി എന്നറിയപ്പെടുന്നത് വെനീസ്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയ്ക്കുള്ള കടലിടുക്ക് ബെറിംഗ് കടലിടുക്ക്. അമേരിക്കയ്ക്കും ക്യൂബയ്ക്കും ഇടയ്ക്കുള്ള കടലിടുക്ക് ഫ്ലോറിഡ കടലിടുക്ക്. 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ച് ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് കെ കേളപ്പൻ. വൈകുണ്ഠ സ്വാമികളെ ജയിലിൽ അടച്ച സ്ഥലം ശിങ്കാരത്തോപ്പ്. 90-ാം ആണ്ട് സമരത്തിന്റെ മറ്റൊരു പേര് ഊരുട്ടമ്പലം ലഹള.
കോഴിക്കോട് തത്വപ്രകാശിക എന്ന സംസ്കൃത വിദ്യാലയം ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ. കോഹിനൂർ രക്തം ആദ്യമായി ഏത് രാജവംശത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു? കാകതീയ. പഴനി വൈഭവം രചിച്ചത് തൈക്കാടയ്യ. പിടിയരി സമ്പ്രദായം കൊണ്ടുവന്ന നവോത്ഥാന നായകൻ ചാവറയച്ചൻ. പുനർജന്മ നിരൂപണത്തിന്റെ കർത്താവ് ചട്ടമ്പി സ്വാമികൾ. ഏതു സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്? മലയാളി മെമ്മോറിയൽ. ഏതു ക്ഷേത്രത്തിൽ ഇരുന്നാണ് മേൽപ്പത്തൂർ നാരായണീയം രചിച്ചത്? ഗുരുവായൂർ. തിരുവിതാംകൂർ ഈഴവ സഭയുടെ സ്ഥാപകൻ ഡോക്ടർ പൽപ്പു. പത്രസ്വാതന്ത്ര്യത്തിനു വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യം സ്വീഡൻ. കായ്കളുണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം വാഴ. ഇന്ത്യൻ സിനിമയിലെ പ്രഥമ വനിത എന്നറിയപ്പെടുന്നത് നർഗീസ് ദത്ത്. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. ഔഷധികളുടെ മാതാവെന്നറിയപ്പെടുന്നത് തുളസി. ബാലഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. ബാലകലേശ നിരൂപണം രചിച്ചത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള. ഭക്തിമഞ്ജരി എന്ന സംസ്കൃത കൃതി രചിച്ചത് സ്വാതി തിരുനാൾ. കാർബോഹൈഡ്രേറ്റിനെ ഏതു രൂപത്തിലാണ് കരളി ശേഖരിക്കുന്നത്? ഗ്ലൈക്കോജൻ. കാർട്ടോഗ്രാഫർ എന്താണ് നിർമ്മിക്കുന്നത്? ഭൂപടം. സന്യാസിമാരുടെ രാജ്യം എന്നറിയപ്പെടുന്നത് കൊറിയ. സമ്പന്ന തീരം എന്നറിയപ്പെടുന്ന രാജ്യം കോസ്റ്റാറിക്ക. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എറണാകുളം. ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥനാ ഗീതമായ വൈഷ്ണവ ജനതോ രചിച്ച ഗുജറാത്തി കവി നരസിംഹ മേത്ത. ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം കേരളം. ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം കണ്ണമ്മൂല. ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ച് തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1967. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യ. ബംഗാളി ഗദ്യത്തിന്റെ പിതാവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഭരണഘടന പ്രകാരം ഇന്ത്യൻ പാർലമെന്റിലെ പരമാവധി നോമിനേറ്റഡ് അംഗങ്ങൾ 14. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന വർഷം 1994. മെലാനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥ ആൽബിനിസം. ലോകത്താദ്യമായി തൊഴിലാളി സംഘടനകളെ അംഗീകരിച്ച രാജ്യം ഇംഗ്ലണ്ട്. ഇന്ത്യയിലെ ആദ്യ ന്യൂക്ലിയർ റിയാക്ടർ അപ്സര. 1938 ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാൻ. 1939 രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവത്കൃതമായ വർഷം 1993. വനിതാ പ്രധാനമന്ത്രിയായ ആദ്യത്തെ മുസ്ലിം രാജ്യം പാകിസ്ഥാൻ. ഇന്ത്യയിൽ ആര്യന്മാർ ആദ്യം താമസമുറപ്പിച്ച പ്രദേശം പഞ്ചാബ്. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. കേരള പോലീസ് അക്കാദമി എവിടെയാണ്? രാമവർമ്മപുരം, തൃശൂർ. ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള കറൻസി ഡോളർ. ലോകത്തിൽ കരയിലെ ഏറ്റവും നീളമുള്ള പർവ്വതനിര ആൻഡീസ്. കേരളത്തിൽ ഗ്ലാസ് നിർമ്മാണത്തിന് പറ്റിയ വെളുത്ത മണൽ ലഭിക്കുന്ന സ്ഥലം ആലപ്പുഴ.
ഒരു ലായനി ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള അളവുകോൽ pH സ്കെയിൽ. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ. കേരള സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ആർക്കിടെക്ട് വില്യം ബാർട്ടൺ. ഇന്ത്യയിൽ സാമുദായിക സംവരണം കൊണ്ടുവന്ന നിയമം 1909 വിൻഡോ മോർലി ഭരണ പരിഷ്കാരം. ഒരു രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ എക്കോ വിക്ഷേപിച്ച രാജ്യം USA. ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുണ്ടായിരുന്ന ഏക വനിതാ അംഗം ആനിമസ് ക്രീൻ. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഡെറാഡൂൺ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് തിരുപ്പതി ക്ഷേത്രം. കേരള ചരിത്രത്തിൽ വെട്ടം യുദ്ധം ഏതു വർഷത്തിൽ? AD 1691. വർഗീയ കലാപം നേരിടാനുള്ള സേന ദ്രുതകർമ്മ സേന. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചൈന. കേരളത്തിലെ പ്രധാന നാണ്യവിള റബ്ബർ. 1941 ജപ്പാനെതിരെ യുദ്ധപ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. മൗലിക അവകാശങ്ങൾ നടപ്പാക്കാൻ സുപ്രീം കോടതി എന്താണ് പുറപ്പെടുവിക്കുന്നത്? റിട്ട്. അണുഭാരം ഏറ്റവും കൂടിയ സ്വാഭാവിക മൂലകം യുറേനിയം. കേരളത്തിലെ ആകെ നദികൾ 44. കേരളത്തിലെ ആദ്യ നിയമ സർവകലാശാല ന്യൂയാർക്ക്. ആരുടെ പ്രസംഗത്തിൽ നിന്നാണ് 1959 വിമോചന സമരത്തിന് ആ പേര് ലഭിച്ചത്? പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. കേരളത്തിലെ ആദ്യ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം ആറ്റിങ്ങൽ കലാപം 1721. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹം ഇൻസാറ്റ് 1A. കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. അണുവിഭജനത്തിന്റെ പിതാവ് ഓട്ടോ ഹാൻ. അംബരചുംബികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം ഇൻക്യുബേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കളമശ്ശേരിയിൽ. അഡിസൺസ് രോഗം ഏത് അവയവത്തെ ബാധിക്കുന്നു? അഡ്രിനൽ ഗ്രന്ഥി. ഇന്ത്യയിൽ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യത്തെ പഞ്ചായത്ത് പീലിക്കോട്, കാസർഗോഡ് ജില്ല. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി ഡോക്ടർ ജോൺ മത്തായി. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ. അണുനാശകങ്ങളുടെ ഉപയോഗം കണ്ടെത്തിയത് ജോസഫ് ലിസ്റ്റർ. ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? ന്യൂഡൽഹി. ഒറോവില്ല് എവിടെയാണ്? പുതുച്ചേരി. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത്? ഉത്തരാഖണ്ഡ്. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? ഖഡക്വാസ്ല. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. UN പതാകയിലെ ചിത്രം ഒലിവ് ശിഖരങ്ങൾക്കിടയിലെ ലോകഭൂപടം. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? P. കുഞ്ഞിരാമൻ നായർ. പറങ്കിപ്പടയാളി രചിച്ചത്
സർദാർ KM പണിക്കർ. വേളാങ്കണ്ണി ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി EMS. രാജ്യസഭാ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി MM ജേക്കബ്. വിനാഗിരിയിലെ ആസിഡ് അസറ്റിക് ആസിഡ്. സൂയസ് കനാൽ ദേശസാൽക്കരിച്ച 1956 ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ നാസർ. രാജ്യസഭാംഗത്തിന്റെ കാലാവധി 6 വർഷം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചതാര്? VT ഭട്ടതിരിപ്പാട്. ഗുരുസാഗരം രചിച്ചത് OV വിജയൻ. ഭ്രാന്താലയം രചിച്ചത് കേശവദേവ്. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി തകഴി. മാരുതി ഉദ്യോഗ് ഏത് ജാപ്പനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത്? സുസുക്കി. ബേസ്ബോൾ ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത്? അമേരിക്ക. ഏത് രാജ്യത്തെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലാൻഡ് യാർഡ് എന്നറിയപ്പെടുന്നത്? ഇംഗ്ലണ്ട്. പല്ലില്ലാത്ത തിമിംഗലം ബാലിൻ തിമിംഗലം. പാരാതെർമോണിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ടെറ്റനി. പുഞ്ചകൃഷിയുടെ കാലം മേടമാസം. നായർ സാൻ എന്നറിയപ്പെടുന്നത് A. മാധവൻ നായർ. പറങ്കിപ്പടയാളി എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കർ. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയറി ഡി കൂബർട്ടിൻ. നാറ്റോ നിലവിൽ വന്ന വർഷം 1949 ഏപ്രിൽ 4. നവീകരണ പ്രസ്ഥാനം തുടങ്ങിയ രാജ്യം ജർമ്മനി. പറുദീസ നഷ്ടം എന്ന കൃതി രചിച്ചത് ജോൺ മിൽട്ടൺ. പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു കാർബൈഡ്. ചന്ദ്രന് ഒരു പ്രാവശ്യം ഭൂമിയെ വലം വയ്ക്കാൻ ആവശ്യമായ സമയം 27.3 ദിവസം. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് കമ്മ്യൂണിസ്റ്റ് ലീഗ്. ലോക പൈതൃകയിൽ ഉൾപ്പെടുത്തിയ കേരളീയ സംസ്കൃത കലാരൂപം കൂടിയാട്ടം. കാതൽ മന്നൻ എന്നറിയപ്പെട്ടിരുന്ന തമിഴ് നടൻ ജമിനി ഗണേശൻ. ശിലായുഗ മനുഷ്യൻ താമസിച്ചിരുന്ന ഭീംബെട്ക ഗുഹകൾ ഏത് സംസ്ഥാനത്ത്? മധ്യപ്രദേശ്. ലോക ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ. ഗ്രീക്ക് പുരാണങ്ങളിലെ ആകാശദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. ഗ്രീക്ക് ദേവന്റെ പേരുള്ള ഏക ഗ്രഹം യുറാനസ്. മഹാറാണി ഗുഹ ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യ. മാർബിളിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഇറ്റലി. മാലദ്വീപ് ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. അരുണൻ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹം യുറാനസ്. മരതക ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം അയർലൻഡ്. അറബിക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രം. യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന പർവ്വതനിര യുറാൽ. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ്. യുറാൻ നദി പതിക്കുന്ന തടാകം കാസ്പിയൻ കടൽ. യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏതു വൻകരയിൽ നിന്ന് വേർതിരിക്കുന്നു? ഏഷ്യ. 1000 തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ്. യൂറോപ്പിന്റെ പുതപ്പ് എന്നറിയപ്പെടുന്നത് ഗൾഫ് സ്ട്രീം. മഴവില്ലുകളുടെ നാടെന്നറിയപ്പെടുന്നത് ഹവായ് ദ്വീപുകൾ. ഏറ്റവും നീളം കൂടിയ ദേശീയഗാനമുള്ള രാജ്യം ഗ്രീസ്.
ഏറ്റവും പഴക്കമുള്ള ദേശീയഗാനം ഏത് രാജ്യത്തിൻ്റെതാണ്? ജപ്പാൻ. യൂറോപ്പിന്റെ അറക്കമിൽ എന്നറിയപ്പെടുന്ന രാജ്യം സ്വീഡൻ. ഗ്രാനൈറ്റ് നഗരം എന്നറിയപ്പെടുന്നത് അബർദീൻ. വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് ജെറുസലേം. വിദൂര സൗന്ദര്യത്തിന്റെ നഗരം വാഷിംഗ്ടൺ DC. മാരുത നഗരം എന്നറിയപ്പെടുന്നത് ഷിക്കാഗോ. അമ്പരച്ചുംബികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക്. ഗ്രീസിന്റെ കണ്ണെന്നറിയപ്പെടുന്നത് ഏഥൻസ്. പാലിന്റെയും തേനിന്റെയും ദേശം എന്നറിയപ്പെടുന്നത് കാനൻ. ഏറ്റവും വലിയ കടൽ തെക്കൻ ചീന കടൽ. ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം. ഏറ്റവും ആഴം കൂടിയ സമുദ്രം പസഫിക് സമുദ്രം. ഗോതമ്പിന്റെയും കന്നുകാലികളുടെയും നാടെന്നറിയപ്പെടുന്ന രാജ്യം അർജന്റീന. ലോകത്തിലെ മെഡിക്കൽ സിറ്റി എന്നറിയപ്പെടുന്നത് വിയന്ന. ഏറ്റവും കൂടുതൽ സമുദ്ര അതിർത്തികളുള്ള രാജ്യം ഇന്തോനേഷ്യ. ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യ. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള വൻകര ഏഷ്യ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ റഷ്യയും ചൈനയും 14. വടക്കൻ യൂറോപ്പിന്റെ ക്ഷീരസംഭരണി എന്നറിയപ്പെടുന്ന രാജ്യം ഡെൻമാർക്ക്. യൂറോപ്യന്റെ മദർ ഇൻ ലോ എന്നറിയപ്പെടുന്ന രാജ്യം ഡെൻമാർക്ക്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം. ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള വൻകര യൂറോപ്പ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വൻകര ഏഷ്യ. ഏറ്റവും വലിയ സൈന്യമുള്ള രാജ്യം ചൈന. ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ. ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ്. ഏറ്റവും കൂടുതൽ ഐസ് നിറഞ്ഞ വൻകര അന്റാർട്ടിക്ക. ഏറ്റവും കൂടുതൽ കൈവഴിയുള്ള നദി ആമസോൺ. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ഏറ്റവും തെക്കേയറ്റത്തെ വൻകര അന്റാർട്ടിക്ക. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി മിൽക്കി വേ. ഡോവർ കടലിടുക്ക് ഇംഗ്ലണ്ടിനെ ഏത് രാജ്യവുമായി വേർതിരിക്കുന്നു? ഫ്രാൻസ്. തേനീച്ചകളില്ലാത്ത വൻകര അന്റാർട്ടിക്ക. ദേശീയ പതാകയിൽ ഫുട്ബോളിന്റെ ചിത്രമുള്ള രാജ്യം ബ്രസീൽ. ഏറ്റവും തിരക്കേറിയ സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ഏറ്റവും തണുപ്പ് കൂടിയ വൻകര അന്റാർട്ടിക്ക. ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രം ആർട്ടിക്. തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് നൈറ്റ് അപ്പാച്ചെ. പണ്ഡിറ്റ് കറുപ്പന്റെ പിതാവ് പാപ്പു. പണ്ഡിറ്റ് കറുപ്പന്റെ ബാല്യകാല നാമം ശങ്കരൻ. പണ്ഡിറ്റ് കറുപ്പന്റെ മാതാവിന്റെ പേര് കൊച്ചുപെണ്ണ്. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? VT ഭട്ടതിരിപ്പാട്. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്? യുറാനസ്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ. ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം വെളുപ്പ്. ദിബ്രുഗഡ് ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര. തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ ദേശീയ നേതാവ് മഹാത്മാഗാന്ധി. ഇരട്ട സഹോദരന്മാർ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായ ലോകത്തിലെ ആദ്യ രാജ്യം പോളണ്ട്. ഇന്ത്യയുടെ ചായത്തോട്ടം എന്നറിയപ്പെടുന്നത് അസം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം. മുംബൈയിൽ ആദ്യ കോട്ടൺ മിൽ സ്ഥാപിതമായ വർഷം 1854.
ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതി തേവാര പതികങ്ങൾ. ശ്രീനാരായണ ഗുരു ഓം എന്നെഴുതിയ പഞ്ചലോഹ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം മുരുക്കുംപുഴ. ഇന്ത്യയിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥലം ബഹ്റാംപൂർ. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ഫ്യൂഡൽ വ്യവസ്ഥയിലെ അഴിമതിക്കെതിരെ പട്ടിസദ്യ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. പ്രാർത്ഥനാമഞ്ജരിയുടെ കർത്താവ് വാഗ്ഭടാനന്ദൻ. പ്രാർത്ഥനാഞ്ജലി ആരുടെ രചനയാണ്? വാഗ്ഭടാനന്ദൻ. പ്രീതി ഭോജനവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. ദി ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്ന നഗരം ന്യൂയോർക്ക്. ഏറ്റവും വലിപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജീവി നീലത്തിമിംഗലം. തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ ആരംഭിച്ച വർഷം 1888. ദ്വാരകാനാഥ് ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി കൃഷ്ണൻ. തമിഴ്നാട്ടിൽ ഓഫ്സെറ്റ് അച്ചടിക്ക് പ്രസിദ്ധമായ സ്ഥലം ശിവകാശി. ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഗുരുവായി കണക്കാക്കപ്പെടുന്നത് തൈക്കാട് അയ്യ. ശ്രീമൂലം തിരുനാളിന് ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ച തീയതി 1896 സെപ്റ്റംബർ 3. ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ട ഭാഷ ലാറ്റിൻ. ഡേവിഡ് കോപ്പർഫീൽഡ് ആരുടെ സൃഷ്ടിയാണ്? ചാൾസ് ഡിക്കൻസ്. ഭരണഘടനാ പദവിയിലിരിക്കെ ആദ്യമായി ഭാരതരത്ന ബഹുമതിക്ക് അർഹനായത് ഡോക്ടർ രാധാകൃഷ്ണൻ. ക്യാബിനറ്റ് മിഷൻ നയിച്ചത് പെത്തിക് ലോറൻസ്. ദേശീയ പയറുവർഗ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാൺപൂർ. ഏത് ലോഹം അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായിട്ടാണ് വിൽസൺസ് രോഗമുണ്ടാകുന്നത്? ചെമ്പ്. സുവർണ ക്ഷേത്രം ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഹർമന്ദിർ സാഹിബ്. ഇന്ത്യയിലെ ആദ്യത്തെ സംസാരിക്കുന്ന ചലച്ചിത്രം ആലം ആര. ഇന്ത്യൻ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന തീയതി ഏപ്രിൽ 1. ഇന്ത്യയിൽ ആദ്യമായി അന്ധവിദ്യാലയം സ്ഥാപിക്കപ്പെട്ട സ്ഥലം അമൃത്സർ. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. ആരുടെ ആദ്യ കൃതിയാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്? ശ്രീനാരായണ ഗുരു. വനപ്രദേശത്തിന്റെ വിസ്തീർണം ഏറ്റവും കൂടുതൽ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഫോർബ്സ് മാസിക ഏത് രാജ്യത്തു നിന്നുമാണ് പ്രസിദ്ധീകരിക്കുന്നത്? അമേരിക്ക. ഭഗത് സിംഗിനൊപ്പം തൂക്കിലേറ്റപ്പെട്ടവർ രാജ്ഗുരു, സുഖ്ദേവ്. ഭാരതത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷ വായുവിന്റെ എത്ര ശതമാനമാണ് നൈട്രജൻ? 75.5. തെക്കേ അമേരിക്കയിൽ നിന്ന് ഒഡീഷ തീരത്ത് ദേശാടനത്തിനെത്തുന്ന ആമകൾ ഒലിവ് റിഡ്ലി. ഹൂഗ്ലി നദി തീരത്തുള്ള പ്രധാന പട്ടണം കൊൽക്കത്ത. ഭാരതരത്നം ലഭിച്ച ആദ്യ ഡോക്ടർ കൂടിയായ സ്വാതന്ത്ര്യ സമര സേനാനി ഡോക്ടർ വി.സി. റോയ്. കേരള നിയമസഭയിൽ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ശ്രീ അച്യുത മേനോൻ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം കൊച്ചി. അമീർ ഖുസ്രുവിന്റെ യഥാർത്ഥ പേര് അബുൽ ഹസൻ. മറ്റു ജീവികൾ ഉണ്ടാക്കുന്ന മാളത്തിൽ ജീവിക്കുന്ന ജീവി പാമ്പ്. അമൂൽ എന്നതിന്റെ പൂർണ്ണ രൂപം ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. ദത്തവകാശ നിരോധന നിയമം ആവിഷ്കരിച്ച ഗവർണർ ജനറൽ ഡൽഹൌസി. വർണ്ണാന്ധതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ചുവപ്പ്, പച്ച. കോട്ടയം പട്ടണത്തിന്റെ സ്ഥാപകനായ വടക്കൻ ഡിവിഷന്റെ പേഷ്ക ടി രാമറാവു 1878. ഒരു ബാരൽ എത്ര ലിറ്ററിന് സമമാണ്? 159. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം മെറ്റ്സാറ്റ്. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെട്ടത് ഇന്ദിരാഗാന്ധി.
ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യമന്ത്രി ലക്ഷ്മി എൻ മേനോൻ. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് പിക്കാസോ. ആരുടെ മന്ത്രിസഭയായിരുന്നു അഷ്ടപ്രധാൻ? ശിവജി. ലോകമഹായുദ്ധങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പേർക്ക് ജീവഹാനി സംഭവിച്ച ഭൂഖണ്ഡം? യൂറോപ്പ്. കേരളത്തിലെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും വടക്കേയറ്റത്തേത്? കാസർഗോഡ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം? 1984. ആദ്യത്തെ ബുദ്ധമത സമ്മേളനം രാജഗൃഹത്തിൽ നടന്ന വർഷം? 483 BC. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഡൽഹി. പ്രാകൃത ഭാഷയുടെ പാണിനി എന്നറിയപ്പെട്ടത്? ഹേമചന്ദ്രൻ. ചെങ്കൽപ്പേട്ട് ഏത് നദിയുടെ തീരത്ത്? പാലാർ. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത്? ആർതർ വെല്ലസി. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? കോട്ടയം. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരം? കാൺപൂർ. വായുവിന് ഭാരമുണ്ടെന്ന് തെളിയിച്ചത്? ടോറിസെല്ലി. വായുവിൽ പ്രതിധ്വനി കേൾക്കാനുള്ള പ്രതിഫലന തലത്തിന്റെ ഏറ്റവും കുറഞ്ഞ ദൂരം? 17 മീറ്റർ. വാരിയെല്ലുകൾ ഏറ്റവും കൂടുതലുള്ള ജീവി? പാമ്പ്. മയൂരസിംഹാസനവും കോഹിനൂർ രത്നവും പേർഷ്യയിലേക്ക് കടത്തിയത്? നാദിർ ഷാ. ഏതു നഗരത്തിലാണ് ടൈംസ് സ്ക്വയർ? ന്യൂയോർക്ക്. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ച വർഷം? 1910. ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ചത്? സാമുവൽ കോഹൻ. ലെൻസ്, പ്രിസം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്? ഫ്ലിന്റ് ഗ്ലാസ്. ബെൻസീൻ കണ്ടുപിടിച്ചത്? ഫാരഡേ. ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം? ഹീലിയം. ഏതു രാജ്യത്താണ് മുഹമ്മദ് നബിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന മദീന? സൗദി അറേബ്യ. പേരിന് സിംഹം എന്നർത്ഥമുള്ള മുഗൾ രാജാവ്? ബാബർ. ഇന്ത്യയുടെ കര അതിർത്തിയുടെ നീളം എത്ര കിലോമീറ്റർ? 15,200. ഭൂഗുരുത്വ ബലം ഏറ്റവും കൂടുതലുള്ളത് ധ്രുവപ്രദേശത്ത്. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്തോ ആര്യൻ ഭാഷ? സംസ്കൃതം. ഭൂഗോളത്തിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം? വെല്ലിംഗ്ടൺ. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ്? സ്വാതി തിരുനാൾ. സസ്യലോകത്തിലെ മാംസ സംരംഭകർ എന്നറിയപ്പെടുന്ന സസ്യവർഗം? പയറുവർഗം. പ്ലാറ്റിപ്പസ് കാണപ്പെടുന്ന വൻകര? ഓസ്ട്രേലിയ. വേലുത്തമ്പിയുടെ ആത്മഹത്യ ഏതു വർഷത്തിൽ? AD 1809. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ നദീതടം? ആമസോൺ. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി? അഗ്നിസാക്ഷി. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയുള്ള രാജ്യം? ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ലിഫ്റ്റ് സ്ഥാപിക്കപ്പെട്ട നഗരം? കൊൽക്കത്ത. ചാച്ചാജി എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം? കണ്ണൂർ. ലോകത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ നഗരം? മൗണ്ട് ഇസ, ഓസ്ട്രേലിയ. ദശാംശ സമ്പ്രദായം ആദ്യമായി ഉപയോഗിച്ചത്? ആര്യഭട്ടൻ. ഗാന്ധിജി സ്വാതന്ത്ര്യ ദിനത്തിൽ എവിടെയായിരുന്നു? ബംഗാളിൽ. ഗോൽക്കൊണ്ട രത്നഖനി ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത്? എഡ്വിൻ ലുട്യൻസ്. ചൈന സിക്കിമിനെ ഇന്ത്യയുടെ ഭാഗമായി അംഗീകരിച്ച വർഷം? 2004.
പട്ടാളക്കാർക്ക് ശമ്പളം രൊക്കം പണമായി നൽകിയ ആദ്യ ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി. ബുദ്ധന്റെയും മഹാവീരന്റെയും സമകാലികനായിരുന്ന രാജാവ് ബിംബിസാരൻ. വെടിമരുന്ന് കണ്ടുപിടിച്ച രാജ്യം ചൈന. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ന്യൂട്ടൻ. തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ച വർഷം 1991. ഏറ്റവും തെക്കേ അറ്റത്തെ വൻകര അന്റാർട്ടിക്ക. പ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി സ്രാവ്. ലാ മാർസെയ്സ് ഏത് രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ്? ഫ്രാൻസ്. രാജീവ് ഗാന്ധി വധത്തിന് പിന്നിലെ സുരക്ഷാ പാളിച്ചകളെപ്പറ്റി അന്വേഷിച്ച കമ്മീഷൻ ജെയിൻ കമ്മീഷൻ. ആദ്യത്തെ ഫിറോദി അവാർഡിന് അർഹനായത് APJ അബ്ദുൽ കലാം. ജൈവ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനൈസ്. SMS എന്നതിന്റെ പൂർണ്ണരൂപം ഷോർട്ട് മെസ്സേജ് സർവീസ്. ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് കളിച്ചത്? ഇംഗ്ലണ്ട്. SNDP യോഗത്തിന്റെ ആസ്ഥാനം കൊല്ലം. പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹം ചെമ്പ്. യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവ. ലാറ്റിൻ ഔദ്യോഗിക ഭാഷയായ ഏക രാജ്യം വത്തിക്കാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് P. വേണുഗോപാൽ. കനാലുകളുടെ നാടെന്നറിയപ്പെടുന്നത് പാകിസ്ഥാൻ. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് CH കുഞ്ഞപ്പ. എവിടുത്തെ രാജാവാണ് നോബൽ പുരസ്കാരം സമ്മാനിക്കുന്നത്? സ്വീഡൻ. ഏതിന്റെ ഖരാവസ്ഥയാണ് ഡ്രൈ ഐസ്? കാർബൺ ഡൈ ഓക്സൈഡ്. കേരളത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയും. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് 370. കാസിരംഗ ഏതു നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര. കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെട്ടത് കേരളം, തമിഴ്നാട്, കർണാടകം, പോണ്ടിച്ചേരി. ശിവജി ജനിച്ച വർഷം 1627. കിളിമഞ്ചാരോ അഗ്നിപർവ്വതം ഏത് രാജ്യത്ത്? തൻസാനിയ. സെനഗൽ എന്നു പേരുള്ള നദിയും രാജ്യവും ഏത് വൻകരയിലാണ്? ആഫ്രിക്ക. 1999 സ്വതന്ത്രമാകും മുമ്പ് ഈസ്റ്റ് തിമോർ ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു? ഇന്തോനേഷ്യ. SI യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണം 7. ആലത്തൂർ സിദ്ധാശ്രമത്തിന്റെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. നാരായണ ഗുരുവിന്റെ രണ്ടാം ശ്രീലങ്ക സന്ദർശനം ഏതു വർഷമായിരുന്നു? 1926. മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് ഏത് നഗരത്തിൽ? ന്യൂയോർക്ക്. സോർബോൺ സർവകലാശാല എവിടെയാണ്? പാരീസ്. ഇൻക സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കാണുന്ന മാച്ചു പിച്ചു ഏത് രാജ്യത്താണ്? പെറു. ഈജിപ്ത് സ്വതന്ത്രമായ വർഷം 1922. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ സ്ഥാപിച്ച ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പായ ഓസ്വിറ്റ്സ് ഏത് രാജ്യത്താണ്? പോളണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയമായ ശ്രീ ഷൺമുഖാനന്ദ ഹാൾ എവിടെയാണ്? മുംബൈ. ഇന്ത്യ ചരിത്രത്തിലാദ്യമായി പിതൃഹത്യ നടത്തിയ രാജാവ് അജാതശത്രു. ഏതിന്റെ കൈവഴിയാണ് ഹൂഗ്ലി? ഗംഗാ നദിയുടെ. ഇന്ത്യയിൽ എത്ര കാലാവസ്ഥാ മേഖലകളായി തിരിച്ചിട്ടുണ്ട്? 7. ഇന്ത്യയിലെ സിനിമാ വ്യവസായത്തിന്റെ കേന്ദ്രം മുംബൈ. ക്യാബിനറ്റിന്റെ സുരക്ഷാ സമിതിയുടെ തലവൻ പ്രധാനമന്ത്രി. ഈജിപ്തിന്റെ ഏഷ്യൻ ഭാഗത്തിന്റെ പേര് സിനായ് പെനിൻസുല. ടൈറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിലെ ഘടകങ്ങൾ ആന്റിമണി, കറുത്തീയം, വെളുത്തീയം. ഇന്ദിര പ്രിയദർശിനി പിറന്നത് 1917 നവംബർ 19. ഏരിയാന എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം അഫ്ഗാനിസ്ഥാൻ.
ശതവാഹന രാജാക്കന്മാരുടെ സദസ്സിലെ ഭാഷ പ്രാകൃത ഭാഷ. സസ്യവർഗീകരണ സമ്പ്രദായത്തിന്റെ ആചാര്യൻ കരോലസ് ലീനിയസ്. അക്ബർ ബുലന്ദ് ദർവാസ നിർമ്മിച്ചത് ഏത് കീഴടക്കിയതിന്റെ സ്മരണയ്ക്കാണ്? ഗുജറാത്ത്. സമുദ്രങ്ങളിൽ രാജാവ് എന്നറിയപ്പെടുന്നത് പസഫിക് സമുദ്രം. ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനം ജിറാഫ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് നളന്ദ. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 1952 എവിടെയാണ് നടന്നത്? മുംബൈ. ഈഡിപ്പസ് രാജാവ് എന്ന ഗ്രീക്ക് നാടകം രചിച്ചത് സോഫോക്ലിസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിലുള്ള മൃഗം കടുവ. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ സമുദ്ര സാമീപ്യം ഇല്ലാത്തത് തൃശൂർ. സിഖുകാരുടെ 10ാമത്തെയും അവസാനത്തെയും ഗുരു ഗോവിന്ദ് സിംഗ്. 2ാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് നെവിൽ ചേംബർലെയിൻ. 1908-1916. ജമ്മുവിൽ നിന്ന് കാശ്മീർ താഴ്വരയെ വേർതിരിക്കുന്ന മലനിര പീർ പഞ്ചൽ. ഏതു വൻകരയിലാണ് സിൽക്ക് റൂട്ട് അഥവാ പട്ടുപാത? ഏഷ്യ. 2 വ്യത്യസ്ത വിഷയങ്ങളിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ വ്യക്തി മാഡം ക്യൂറി. ബുദ്ധന്റെ ആദ്യ മതപ്രഭാഷണം അറിയപ്പെടുന്ന പേര് ധർമ്മചക്ര പ്രവർത്തനം. പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് EV രാമസ്വാമി നായ്ക്കർ. 20ാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നറിയപ്പെട്ടിരുന്നത് ലോട്ടസ് ടെമ്പിൾ. താജ്മഹലിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഹുമയൂണിന്റെ ശവകുടീരം. അപ്പോളോ 11 വാഹനത്തിനൊപ്പം മനുഷ്യനെ ചന്ദ്രനിലേക്ക് തൊടുത്തുവിട്ട റോക്കറ്റ് സാറ്റേൺ 5. ഡ്രൈ സെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് അമോണിയം ക്ലോറൈഡ്. മൈ ടൈംസ് ആരുടെ ആത്മകഥയാണ്? JB കൃപലാനി. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി കാക്ക. ബ്രിട്ടീഷ് പാർലമെന്റ് സമ്മേളിക്കുന്ന കൊട്ടാരം വെസ്റ്റ്മിൻസ്റ്റർ കൊട്ടാരം. ഇൻഫ്ലുവൻസയ്ക്ക് കാരണമായ രോഗാണു ബാസിലസ് ഹീമോഫിലസ്. ആദ്യത്തെ തിരുക്കൊച്ചി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് പറവൂർ TK നാരായണപിള്ള. ലോകത്തിലെ ആദ്യത്തെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ യൂണിവാക്. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ഏത് രോഗത്തിനുള്ളതാണ്? അതിസാരം. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ളത് ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളം. മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. ആദ്യത്തെ ഇന്ത്യൻ ഭാഷാ പത്രം ദിഗ്ദർശൻ. ഇന്ത്യൻ ഒപ്പീനിയന്റെ ആദ്യ പത്രാധിപർ മൻസൂഖ്ലാൽ നാസർ. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ശൂരനാട് കുഞ്ഞൻ പിള്ള. ഏറ്റവും പ്രക്ഷുബ്ധ അന്തരീക്ഷ പ്രതിഭാസം ടൊർണാഡോ. ഏറ്റവും പ്രസിദ്ധനായ ലോധി സുൽത്താൻ സിക്കന്ദർ ലോധി. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി R. ശങ്കർ. ക്രിസ്മസ് ബോംബിംഗ് എന്ന പേരിൽ അമേരിക്ക ബോംബാക്രമണം നടത്തിയത് എവിടെയാണ്? വിയറ്റ്നാം. AR റഹ്മാൻ ജനിച്ചത് എവിടെ? ചെന്നൈ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിന്റെ ആസ്ഥാനം ഗോവ. ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമി. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതി ജനറൽ അസംബ്ലി. കുക്ക പ്രസ്ഥാനം രൂപം കൊണ്ട സംസ്ഥാനം പഞ്ചാബ്. ഏത് രാജ്യക്കാരുമായിട്ടാണ് മാർത്താണ്ഡവർമ്മ മാവേലിക്കര ഉടമ്പടിയിൽ ഏർപ്പെട്ടത്? നെതർലൻഡ്സ്. ലിങ്കൻ മെമ്മോറിയൽ എവിടെയാണ്? വാഷിംഗ്ടൺ DC. ചാർവാക മതത്തിന്റെ ഉപജ്ഞാതാവ് ബൃഹസ്പതി. പക്ഷികളിൽ ഏറ്റവും കുറച്ച് വികാസം പ്രാപിച്ച ഇന്ദ്രിയം ഘ്രാണേന്ദ്രിയം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റായ നൈറ്റ് അപ്പാച്ചെ നിർമ്മിച്ചത് ഏത് രാജ്യമാണ്? USA. 1970 ഡിസംബർ 27 മുതൽ 30 വരെ
എവിടെ ചേർന്ന സമ്മേളനത്തിലാണ് സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFI രൂപം കൊണ്ടത്? തിരുവനന്തപുരം. ജഹാംഗീറിന്റെ മരണശേഷം ഷാജഹാൻ ഭരണത്തിലാത്തതിനാൽ ആരെയാണ് ആസഫ് ഖാൻ താൽക്കാലിക ഭരണാധികാരിയായി നിയമിച്ചത്? ബാബർ ബക്ഷ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഭക്രാനംഗൽ. സാഹിത്യ നോബൽ നിരാകരിച്ച റഷ്യൻ എഴുത്തുകാരൻ ബോറിസ് പാസ്റ്റർനാക് 1958. ക്യോട്ടോ ന്യൂസ് എവിടത്തെ വാർത്താ ഏജൻസിയാണ്? ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ക്ലെമന്റ് ആറ്റ്ലി. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം പ്ലീഗ. എവിടുത്തെ പ്രധാനമന്ത്രിയുടെ വസതിയാണ് 24 സക്സസ് ഡ്രൈവ്, കാനഡ? സുവർണ ക്ഷേത്രത്തിൽ 1984 ഇന്ത്യൻ പട്ടാളം നടത്തിയ നീക്കം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. സുലു വർഗക്കാർ താമസിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക.